ഇതെന്താ ആ വീട്ടിലെല്ലാം ചത്ത് കിടക്കാണോ? ഫോൺ എടുക്കുന്നില്ലെന്നേ. ചേട്ടൻ ഒന്നുകൂടെ വിളിക്കേ. ഇത് ശാലിനിയാണോ കളക്ടർ? അതെ, ശാലിനിയാണ്. ഞാനേ രാജീവിന്റെ അമ്മാവനാ, കൃഷ്ണൻകുട്ടി, വിജയലക്ഷ്മിയുടെ ആങ്ങള. എനിക്ക് മനസ്സിലായി. എന്താ വിളിച്ചത്? പറഞ്ഞോളൂ. നിങ്ങളുടെ ചേച്ചി ഇത് എന്ത് ഭാവിച്ചാ? ഞങ്ങളെ ഈ വയസ്സാങ്കാലത്ത് ജയിലിൽ കയറ്റാൻ വേണ്ടിയിട്ടാണോ ആ കൊച്ചിനെ കൊണ്ടുവന്ന് ഇങ്ങനൊരു ചതി കാണിക്കാൻ പറഞ്ഞു വിട്ടത്? ശാരിയേച്ചി എന്ത് കാണിച്ചു എന്നാ നിങ്ങൾ ഈ പറയുന്നേ? ഒന്നും കാണിച്ചില്ല. ആ കൈക്കുഞ്ഞിനെ കൊണ്ടുവന്ന് ഞങ്ങളുടെ വീടിന്റെ മുന്നിൽ തള്ളിയിട്ട് അവൾ ആ ട്രെയിനിന്റെ മുന്നിൽ ചാടി. എന്താ പറഞ്ഞത് മനസ്സിലായില്ലേ? അവള് ആത്മഹത്യ ചെയ്യാൻ ട്രെയിനിന്റെ മുന്നിൽ ചാടിയെന്ന്. എന്തായാലും മരിച്ചിട്ടില്ല, പക്ഷെ ഹോസ്പിറ്റലിൽ മരിക്കാറായി കിടപ്പുണ്ട്. പെട്ടെന്ന് ചെന്നില്ലെങ്കിലേ ചിലപ്പോ തട്ടിപ്പോകും കേട്ടോ. പിന്നെ ജീവനോടെ കാണാൻ പറ്റിയില്ലെന്ന് വരും. ശരി, അവള് വരും. കാര്യങ്ങൾക്ക് ഉടനെ ഒരു തീർപ്പുണ്ടാവും. എനിക്കിനി വയ്യ കുറുപ്പ് സാറേ. ശരീരം മൊത്തം തളർന്ന അവസ്ഥയില. നോക്കാവുന്നിടത്ത് മുഴുവൻ നോക്കി, പഞ്ചായത്തിന്റെ പൊട്ടക്കണക്കിൽ വരെ. ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ നോക്കി. ഇനി ഞാൻ അവരെ എവിടെ നോക്കാനോ? കുറുപ്പ് സാറ് പറ. ഗോപാലകൃഷ്ണ, നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല അധികാരപ്പെട്ടവർ ചിന്തിക്കുന്നത്. കാണാതായിരിക്കുന്നതേ ഒരു കുഞ്ഞിനെയും കുഞ്ഞിന്റെ അമ്മയുമാണ്. ഇനിയും നമ്മൾ വേണ്ടപ്പെട്ടവരെ വിവരം അറിയിച്ചില്ലെങ്കിലേ നഷ്ടപ്പെടുന്ന ഓരോ മണിക്കൂറിനും കൃത്യമായിട്ട് നമ്മൾ മറുപടി പറയേണ്ടി വരും. ഞാൻ ഇനിയിപ്പോ എന്ത് ചെയ്യണമെന്നാ കുറുപ്പ് സാർ പറയുന്നത്? പോലീസിൽ വിവരം അറിയിക്കണം ഗോപാലകൃഷ്ണ. ഇപ്പോഴത്തെ കാലം അത് വലിയ പ്രശ്നമാണ്. നമ്മൾ ചിന്തിക്കുന്നിടത്തോ പറയുന്നിടത്തോ നിന്നെന്ന് വരില്ല. നമുക്കത് ഒഴിവാക്കി മുന്നോട്ട് പോകാനും ആവില്ല. പോലീസിൽ പറയുന്നതിന് മുമ്പ് ശാലിനിയോട് വിവരം പറയണ്ടേ? അല്ല, നമ്മുടെ സ്വന്തം ആൾക്കാര് അധികാര സ്ഥാനത്തുള്ളപ്പോ ആ വഴിക്ക് പോകുന്നതല്ലേ കുറച്ചും കൂടി നല്ലത്. ഈ പറഞ്ഞത് നല്ലൊരു കാര്യമാണ്. നമ്മൾ പറയുന്നതും ഒരു കളക്ടർ പറയുന്നതും രണ്ടും രണ്ടാ. ആരെ വേണമെങ്കിലും വിളിച്ചോ, എനിക്ക് പോകുന്നതിനും കഴിയാത്ത അവസ്ഥയാണ്. മക്കളെ സ്നേഹിക്കേണ്ട സമയത്ത് സ്നേഹിക്കാൻ കഴിഞ്ഞില്ല. സ്നേഹിക്കാൻ അവസരം ഒത്തു വന്നപ്പോ അവർക്ക് നമ്മുടെ സ്നേഹവും വേണ്ട. ഗതി കെട്ടവനാ കുറുപ്പ് സാറേ ഞാൻ. ഗതി കെട്ടവൻ, ശാപം പിടിച്ചവൻ. ഒരു രീതിയിലും മനസ്സമാധാനത്തോടെ എനിക്ക് ഈ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാനാവില്ല. കൊണ്ടുപോകാൻ എന്റെ മക്കൾ സമ്മതിക്കുകയില്ല. അല്ലെങ്കിൽ തന്നെ ഒരിക്കൽ കുടുംബത്തിന്റെ കടിഞ്ഞാൻ നഷ്ടപ്പെടുത്തിയവന് പിന്നെ അത് തിരിച്ചു പിടിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് ശരി തന്നെയാണ്. ഞാൻ തോറ്റു. എന്നെ എല്ലാവരും കൂടി തോൽപ്പിച്ചു. ഇങ്ങനെ വേവലാതിപ്പെട്ടിട്ട് എന്താ കാര്യം? കുഞ്ഞും തള്ളയും എവിടേക്കാ പോയിരിക്കുന്നതെന്ന് നമ്മൾ കണ്ടെത്തണം. അതിന് രോഹിത് പറഞ്ഞ പോലെയുള്ള മാർഗങ്ങൾ സ്വീകരിക്കണം. രോഹിത്തെ, ശാലിനെ വിളിച്ച് കാര്യങ്ങൾ പറയേ. ഇനി ഇവിടെ നോക്കാനൊരു സ്ഥലവും ബാക്കിയില്ലെന്ന് പറയേ. രോഹിത്തെ, പറയേ. ശാരികയും കുഞ്ഞിനെ കാണാനില്ല. ഞങ്ങള് ഈ വീടും പരിസരമൊക്കെ നോക്കിയിട്ടിരിക്കുക. പോലീസിലെ വിവരം അറിയിക്കണ്ടേ? ശാലിനിയോട് ചോദിച്ചിട്ട് ചെയ്യാവുന്ന അച്ഛനെ കുറിപ്പോഷും ഒക്കെ പറയുന്നത്. എന്താ ചെയ്യണ്ടേ? അവരെവിടെ ഉണ്ടെന്നൊക്കെ അറിഞ്ഞു. ഞങ്ങളിപ്പോ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. അവരെവിടെ ഉണ്ടെന്ന് അറിഞ്ഞോ?
ഞാൻ ഇത്രയും പെട്ടെന്ന് ഓടിപ്പാഞ്ഞു വന്നതേ കുട്ടിക്കൃഷ്ണന്റെ കാര്യം പറയാനാ. അയാൾ രാവിലെ തന്നെ ഒരു തലതെറിച്ച പരിപാടി കാണിച്ചു. എന്താ പിള്ളേ, അയാള് നാട് വിട്ടോ? അപ്പൊ നമ്മുടെ കാശ് പോയോ? മിക്കവാറും അത് വെള്ളത്തിൽ വരച്ച വര പോലാകാനാ സാധ്യത. അയാള് രാവിലെ കെട്ടിത്തൂങ്ങി ചാകാനുള്ള ശ്രമം നടത്തിയെന്നാ കേട്ടത്. അയ്യോ, അപ്പോ നമ്മുടെ കാശ് പോയി. ആള് മരിച്ചിട്ടില്ല, പക്ഷേ ചില പറച്ചിലുകൾ അവിടുന്ന് ഇവിടുന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അവൻ തൂങ്ങാൻ കാരണം സത്യാമ്മയാണെന്നാ നാട്ടുകാര് പറയുന്നത്. ഞാനും തെറ്റ് ചെയ്തിട്ടാ. കടം വാങ്ങിയാൽ തിരിച്ചു തരണം, അല്ലെങ്കിൽ നമ്മൾ തിരിച്ചു ചോദിക്കും. ആ തിരിച്ചോദിക്കൽ കാരണമാ അയാള് പേടിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചെന്നാ നാട്ടുകാര് പൊതുവേ പറയുന്നത്. അപ്പോ അവര് പോലീസിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഇത് നല്ല കൂത്ത്. നമ്മുടെ കാശും പോയി, നമ്മളെ മോശക്കാരാക്കാനും നോക്കുക. ആര് തൂങ്ങിയാലും വേണ്ടില്ല, എനിക്ക് നമ്മുടെ കാശ് കിട്ടണം. എന്തായാലും ആള് മരിച്ചിട്ടില്ലല്ലോ. ആള് ജീവനോടെ ഉണ്ടല്ലോ. ഇനിയിപ്പോ ഹോസ്പിറ്റൽ വാസമൊക്കെ കഴിഞ്ഞു വരട്ടെ, എന്നിട്ട് നമ്മുടെ കാശ് ചോദിക്കാം. പിള്ളേ, ഒന്ന് ഓർത്തോളണം, ഇവന്മാരൊക്കെ തട്ടിപ്പിന്റെ രാജാക്കന്മാരാ. എങ്ങനെയൊക്കെ മറ്റുള്ളവരെ പറ്റിച്ച് കാശ് വാങ്ങിക്കാന്ന് പറഞ്ഞാ ഇവനൊക്കെ എഴുന്നേക്കുന്നത് തന്നെ. ഈ ആത്മഹത്യാ ശ്രമവും നമുക്ക് കാശ് തരാതിരിക്കാനുള്ള അടവായിട്ടാ എനിക്ക് തോന്നുന്നത്. ഇല്ലെങ്കിൽ എത്രയോ ആൾക്കാർ തോന്നുന്നു, അവരൊന്നും രക്ഷപ്പെടുന്നില്ലല്ലോ. എന്തായാലും ഞാൻ പിടിച്ചോളാം. ഞാൻ അങ്ങനെ ആ കാശ് ഉപേക്ഷിക്കാനൊന്നും പോകുന്നില്ല.